ജാർഖണ്ഡ് നിയമസഭാ ഇലക്ഷൻ ഏറ്റവും പുതിയ താജാ സർവേ. ജാർഖണ്ഡിലെ വിവിധ ജില്ലകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യത്തെ ജില്ല ഹസാരിബാഗാണ്. ഹസാരിബാഗിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ NDA സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല പലാമു ജില്ലയാണ്. പലാമു ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 3 സീറ്റുകൾ NDA സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല ബൊക്കാറയാണ്. ബൊക്കാറയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ ഇന്ത്യ സഖ്യവും 2 സീറ്റുകൾ NDA സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല കോഡർമയാണ്. കോഡർമയിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് NDA സഖ്യമാണ് നേടുക. ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ദുംകയാണ്. ദുംകയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റും ഇന്ത്യ സഖ്യമാണ് നേടുക. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഈസ്റ്റ് സിംഗ്ഭൂമിയാണ്. ഈസ്റ്റ് സിംഗ്ഭൂമിയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റ് ഇന്ത്യ സഖ്യവും 3 സീറ്റ് NDA സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല വെസ്റ്റ് സിംഗ്ഭൂമിയാണ്. വെസ്റ്റ് സിംഗ്ഭൂമിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. അടുത്ത ജില്ല ലത്തേഹാർ ആണ്. ലത്തേഹാറിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും ഇന്ത്യ സഖ്യമാണ് നേടുക. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല പാക്കൂറാണ്. പാക്കൂറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റും ഇന്ത്യ സഖ്യമാണ് നേടുക. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ജംതാരയാണ്. ജംതാരയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും ഇന്ത്യ സഖ്യമാണ് നേടുക. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല രാംഗഡ് ആണ്. രാംഗഡിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല സരൈക്കലയാണ്. സരൈക്കലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല ലോഹർദാഗയാണ്. ലോഹർദാഗയിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് ഇന്ത്യ സഖ്യമാണ് നേടുക. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഗിരിധിയാണ്. ഗിരിധിയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 3 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. അടുത്ത ജില്ല സിംഡഗയാണ്. സിംഡഗയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും ഇന്ത്യ സഖ്യമാണ് നേടുക. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല സാഹിബ്ഗഞ്ച് ആണ്. സാഹിബ്ഗഞ്ചിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല ഗോഡയാണ്. ഗോഡയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 2 സീറ്റ് NDA സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല ഛത്രയാണ്. ഛത്രയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല ധൻബാദ് ആണ്. ധൻബാദ് ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 3 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക. അടുത്ത ജില്ല കൂന്തി ജില്ലയാണ്. കൂന്തി ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റും ഇന്ത്യ സഖ്യമാണ് നേടുക. NDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ദിയോഗറാണ്. ദിയോഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് ഇന്ത്യ സഖ്യവും 2 സീറ്റ് NDA സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല റാഞ്ചിയാണ്. റാഞ്ചിയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റ് ഇന്ത്യ സഖ്യവും 3 സീറ്റ് NDA സഖ്യവുമാണ് നേടുക. അടുത്ത ജില്ല ഗംലയാണ്. ഗംലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് NDA സഖ്യവുമാണ് നേടുക. ജാർഖണ്ഡിലെ 81 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 46 സീറ്റ് വരെ ഇന്ത്യ സഖ്യവും 32 സീറ്റുകൾ വരെ NDA സഖ്യവും 3 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടും.